സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്ക് സാമ്പത്തികം തരിക, സംഭാവനകൾ നൽകുക, മെമ്പർഷിപ്പ് എടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സ്മൃതി ഇറാനി പുറത്തുവിട്ടിട്ടുണ്ട്. അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. അവരിപ്പോൾ മന്ത്രിയല്ല, നേരത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയായിരുന്നു. ഇപ്പോഴവർ മന്ത്രിയല്ല. അവർ വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ പറയുന്നത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം, പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആരും അന്യരുമല്ല, ആരും അടുപ്പക്കാരുമല്ല. അദ്ദേഹത്തിന് അങ്ങനെ ആരോടും ക്ലോസ്നെസ്സും കാര്യങ്ങളൊന്നുമില്ല. രാജ്യമാണ് പ്രധാനം. രാജ്യത്തിലെ കാര്യങ്ങൾ ചെയ്യുക, രാജ്യത്തിനാവശ്യമായ വികസന പ്രവർത്തനം നടത്തുക, എത്ര മണിക്കൂർ രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യാൻ പറ്റുമോ അത്രയും മണിക്കൂർ ജോലി ചെയ്യുക. ഇത്തരത്തിലുള്ളൊരു വ്യക്തിത്വമാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നു. അതേസമയം അപ്പോൾ തന്നെ മോഡി ഇതിനൊക്കെ ഒരുപാട് വിവാദങ്ങളിലൊക്കെ ചെന്ന് വിടുമ്പോൾ അദ്ദേഹവും പറയുന്നുണ്ട്, ഞാൻ ശിവഭക്തനാണ്, അതുകൊണ്ട് അധിക്ഷേപങ്ങളെ വിഴുങ്ങും. ശിവൻ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, അധിക്ഷേപങ്ങളെ വിഴുങ്ങും, അതുകൊണ്ട് എനിക്കും ഇതിനകത്ത് പ്രശ്നമില്ല എന്നാണ് ആസാമിലെ ദരാങ്ങിൽ നിരവധി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു മോഡി. അപ്പോൾ അന്തരിച്ച അമ്മ ഹീരാബെൻ മോദിയെയും തന്നെയും ലക്ഷ്യമിട്ട് കോൺഗ്രസ് ഈ വീഡിയോ പുറത്തിറക്കിയ സംഭവവും, ആസാമിൽ നിന്നുള്ള ഇതിഹാസ ഗായകൻ അന്തരിച്ച ഭൂപൻ ഹസാരിയെ ഭാരതരത്ന നൽകി ആദരിക്കാൻ തീരുമാനിച്ചതിനെതിരെ കോൺഗ്രസ് എതിർത്തതും എല്ലാം ചേർത്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് എന്നെ ലക്ഷ്യമിടുകയാണ്, മോദി വീണ്ടും കരയുകയാണെന്ന് പറയും. എൻ്റെ ദൈവമായ ജനങ്ങളുടെ മുന്നിൽ അല്ലാതെ മറ്റെവിടെയാണ് വേദന പ്രകടിപ്പിക്കുക? അവർ എൻ്റെ യജമാനന്മാരാണ്, എൻ്റെ ദൈവങ്ങളാണ്, എൻ്റെ റിമോട്ട് കൺട്രോളാണ്, എനിക്ക് മറ്റ് റിമോട്ട് കൺട്രോളുകളൊന്നുമില്ല. അങ്ങനെ അതിവൈകാരികമായിട്ടാണ് മോഡി ഇതിനെ പ്രതികരിച്ചിരിക്കുന്നത്. ബീഹാറിലെ SIR നടപടി രാജ്യഭരണക്കാൾ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനത്തെയും ന്യായീകരിച്ചു. നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ ഇന്ത്യൻ മണ്ണിൽ നിന്ന് അവരെ പൂർണ്ണമായി നീക്കം ചെയ്യുക എന്നതാണ് ലക്ഷ്യം. വോട്ട് ബാങ്കിനായി കോൺഗ്രസ് നുഴഞ്ഞുകയറ്റത്തെ പ്രോത്സാഹിപ്പിച്ചു. നുഴഞ്ഞുകയറ്റക്കാരെ രാജ്യത്തിൻ്റെ വിഭവങ്ങളെയും ആസ്തികളെയും നിയന്ത്രിച്ച് അവരെ പിടിച്ചെടുത്ത് പുറത്തുവിടും. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ രാജ്യത്തിലെ വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവിടെയാണ് സ്മൃതി ഇറാനിയുടെ ഒരു വാചകം ശരിയായി വരുന്നത്. അവർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയാണ്, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആണെന്നോ പെണ്ണെന്നോ വലുതെന്നോ ചെറുതെന്നോ ജാതി മതവും ഒന്നുമില്ല. അദ്ദേഹം ആരെങ്കിലും നന്മ ചെയ്യുന്നവരെ കണ്ടാൽ അവരെ കൊണ്ട് ഈ രാജ്യത്തിന് എന്തെങ്കിലും ചെയ്യിക്കാൻ പറ്റുമോ അതാണ് അവരെ പിക്ക് ആൻഡ് ചൂസാണ്. അവരെ തിരഞ്ഞെടുക്കും, അവരെ പൊക്കും. അത് ചിലപ്പോൾ IAS നിന്നായിരിക്കും, ചിലപ്പോൾ IPS നിന്നായിരിക്കും, ചിലപ്പോൾ എവിടെ നിന്നാണെങ്കിലും ഒരു ബയോഡേറ്റ കിട്ടിയാൽ വളരെ മനോഹരമായി എടുക്കും. ഞാൻ ഇത് പറയാൻ കാരണം മറ്റൊരു അനുഭവം കൂടി എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. ഞാൻ ഏത് വിഭാഗമെന്ന് പറയുന്നില്ല, ഒരുപാട് തരത്തിൽ രാജ്യസഭയിൽ ആളുകൾ എടുക്കുമല്ലോ. അങ്ങനെ രാജ്യസഭയിൽ ആളുകൾ എടുക്കുന്നതിൻ്റെ ഭാഗമായി ഒരിക്കൽ ഒരു പരസ്യം വന്നു, ഇങ്ങനെ ആളുകൾ എടുക്കുന്നതിൻ്റെ ഭാഗമായി. അത് കണ്ടുകൊണ്ട് ഒരു വ്യക്തി അപ്ലൈ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ കണ്ടതിന് ശേഷം അദ്ദേഹത്തെ നേരിട്ട് പോലും കണ്ടിട്ടില്ലാതെ വിളിച്ചു, ഇൻ്റർവ്യൂ പോലും നടത്താതെ അദ്ദേഹത്തെ എടുത്തു. രാജ്യസഭാ അംഗമായി ഒരു വ്യക്തി എനിക്കറിയാം ഇന്ത്യയിൽ. അപ്പോൾ അത് മലയാളിയാണോ കേരളീയ അങ്ങനെയൊന്നും ചോദിക്കരുത്, ഇന്ത്യയിൽ ഒരാളുണ്ട് അങ്ങനെ. അപ്പോൾ ഒരാളെ എനിക്കറിയാം, ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതുപോലെ പത്മശ്രീ കൊടുക്കുന്നതൊക്കെ ശ്രദ്ധിച്ച് നോക്കൂ. എത്ര മനോഹരമായിട്ടാണ് വളരെ സാധാരണക്കാരായ ആളുകൾ, ആരും അറിയാതെ കിടക്കുന്ന പ്രതിഭകൾക്കൊക്കെ അല്ലേ കൊടുത്തു വരുന്നത്. നമ്മുടെ പ്രാഞ്ചിയേട്ടൻ്റെ നാടായിരുന്നില്ലേ, കംപ്ലീറ്റ് പണം കൊടുത്ത് വാങ്ങുന്നൊരു പ്രാഞ്ചിയേട്ടന്മാരുടെ നാട്ടിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പോകുന്ന ഒരു രീതിയിലൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും അർഹതയുള്ളവരെ അംഗീകരിക്കുന്ന പുതിയൊരു കാലഘട്ടത്തിലാണ് പോകുന്നതെന്നാണ് സ്മൃതി ഇറാനി പറഞ്ഞത്. ഞാനിത് പറഞ്ഞ കാര്യമൊന്ന് കോട്ട് ചെയ്തതിനുള്ളൂ. നമ്മുടെ ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിലാണ് ഞാനിത് കോട്ട് ചെയ്യുന്നത്. അല്ല നരേന്ദ്രമോദിയോടോ RSSനോടോ സംഘപരിവാറിനോടോ BJPയോടോ ഉള്ള കൂടുതലോ താല്പര്യക്കുറവോ കൊണ്ടല്ല. ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വഭാവം കൂടി ഇപ്പോൾ മറ്റൊരാൾ പറയുമ്പോൾ, കൂടെ നിന്ന് പ്രവർത്തിച്ചൊരു വ്യക്തി പറയുമ്പോൾ അത് കോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് രാജ്യത്തിന് വേണ്ടി നന്മ വീണ്ടും വീണ്ടും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മേക്ക് ഇൻ ഇന്ത്യ വന്നു, സ്വച്ഛ ഭാരത് വന്നു, ജലജീവൻ മിഷൻ വന്നു, ഒത്തിരി പരിപാടികൾ വന്നു, ഡിജിറ്റൽ ഇന്ത്യ, അങ്ങനെ നമ്മൾ കണ്ടു എന്ന് തന്നെ പറയണം. പക്ഷേ അല്ലാതെ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെയും മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇത് ശരിയും തെറ്റ് തെരിയും എന്നുള്ള വിമർശിച്ച് പോവുക, മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ് സുഭാഷിതം ചാനലിൻ്റെ ശൈലി. അല്ലാതെ നമുക്ക് ആരോടും പ്രതിബദ്ധതയില്ല, ആരോടും എതിർപ്പുമില്ല. ആരെന്ത് നന്മ ചെയ്താലും അവരോടൊപ്പം നിൽക്കുക, വിമർശിക്കേണ്ടതിടത്ത് വിമർശിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ചാനലിൻ്റെയും ലക്ഷ്യം.